സിമ്പിൾ ഹെൽത്തി വൺ പോട്ട് ഡിഷ് ഉണ്ടാക്കിയാലോ? നമുക്ക് അധികം താമസിപ്പിക്കാതെ നേരെ റെസിപ്പിയിലോട്ട് പോകാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവോളയാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം തിന്നാക്കുക. അപ്പോൾ കുക്കറിൽ ബീഫ് വേവുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തന്നെ നിങ്ങൾക്ക് എത്ര ബ്രോത്ത് വേണം എന്നുള്ളതനുസരിച്ച്, എത്ര സോസ്, എത്ര സൂപ്പി ആയിരിക്കണം. നൂഡിൽസ്, സ്പെഗറ്റിയിൽ കുറച്ച് കൂടുതൽ സോസ് വേണമെങ്കിൽ കൂടുതൽ വെള്ളം യൂസ് ചെയ്യാം, സോസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്യാം. വേറെ ഒന്നും വേണ്ട, സവാള, വെളുത്തുള്ളി അരിയുക എന്നുള്ളത്, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മതി. അപ്പോൾ ഇത്രയും ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ പണി. അത് മാത്രമേ ഉള്ളൂ ഒരു പണി. ഇതൊന്ന് സോട്ടേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ആക്ച്വലി നോൺ സ്റ്റിക്കിലാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് മതി. ഈ പോയിന്റ് മാത്രമാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതങ്ങോട്ട് വഴറ്റുക. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പരിപാടികളെല്ലാം പെട്ടെന്ന് നടക്കും. ഇതൊന്ന് വഴണ്ട് വരുന്ന ഒരു സമയം മാത്രമേ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബീഫ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇത് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് ഗാർലിക് ഇടാനുണ്ട്. പക്ഷേ ഗാർലിക് ഇപ്പം ഇടണ്ട. ഗാർലിക് ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ടിട്ടാൽ മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ബേണാവും. പ്ലീസ് എക്സ്ക്യൂസ് ദ ഇന്ത്യൻ കിച്ചൺ. എല്ലാ പെട്ടിപ്പാട്ട എല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും കളയാൻ പോകുന്നില്ല. ടിപ്പിക്കൽ ഇന്ത്യൻ കിച്ചൺ. സോ നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് കുറേയൊക്കെ ഒന്ന് കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കാരമലൈസ്ഡ് മീൻസ് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കാരമലൈസ് ചെയ്യാം, അല്ലെങ്കിൽ വഴട്ടാം. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ ആയാലും മതി. ഇത്ര ഈ ഒരു നല്ല മുരിഞ്ഞ് വരുന്ന സമയമായാലും. 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ അല്ല കേട്ടോ, ഗാർലിക് പേസ്റ്റ് മാത്രം ആഡ് ചെയ്യുക. ജിഞ്ചർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യില്ല. ഈ ഗാർലിക് പേസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത്, 2 മിനിറ്റ്സ് അല്ല, ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ആ പച്ചമണം മാറുന്നവരെ വെക്കുക. കാരണം നമ്മളിനി ഇതിലേക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ട് അത് വേവിക്കാൻ പോവാണ്. അതുകൊണ്ട് അത് ആ സ്റ്റോക്കിൽ കിടന്ന് വെന്തോളൂ. ഗാർലിക് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ബാക്കി സവാളയും കൂടെ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുണ്ടോ, ഇത് ആക്ച്വലി പെട്ടെന്നാവും, ഭയങ്കര സമയമൊന്നും എടുക്കില്ല. ഉണ്ടോ, ഏകദേശം ഫുള്ളി കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബീഫിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തന്നെയാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചത്. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഈ ബീഫ് നമ്മളിനി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ സവോള അരിയുമ്പോൾ എല്ലാം ഒരേ സൈസിൽ തിന്നായിട്ട് അരിയാൻ ശ്രമിക്കുക. കാരണം അതാകുമ്പോൾ കറക്റ്റായിട്ട് ഒരേപോലെ കാരമലൈസ്ഡ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് കരിഞ്ഞു. ഇതിലേക്ക് സ്പെഗറ്റിയോ നൂഡിൽസോ എന്തായാലും മതി. ഇത് മൾട്ടിഗ്രെയിൻ്റെ ആണ്. സാധാരണ സ്പെഗറ്റി പൊട്ടിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ മാഗി നൂഡിൽസ് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മളടുത്തൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അങ്ങനെ ശീലിച്ച്. അതുകൊണ്ട് ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടിട്ടുള്ള. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇടാം. എനിക്ക് അത്രയും ലോങ് നൂഡിൽസും ഇഷ്ടമല്ല. നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ബീഫിൽ വെള്ളം കുറവാണോ, കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിലോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലെങ്കിലോ ഒക്കെ ഈ പാസ്ത ഇടുന്നതിന് തൊട്ട് മുമ്പ് ഇതുണ്ടല്ലോ, നമ്മുടെ ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി. നല്ല തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യാം. ഏകദേശം എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് ഏകദേശമൊക്കെ വരും. എന്നാലും ചിക്കൻ ക്യൂബ് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല. പാസ്തയ്ക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അത് ഏത് പാസ്ത എന്നുള്ളതിരിക്കും. നിങ്ങളുടെ ആ പാസ്തയുടെ പാക്കറ്റിൽ ബാക്കിലുണ്ടാവും. കാരണം ഞാൻ യൂസ് ചെയ്ത മൾട്ടിഗ്രെയിൻ ആണ്. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. നിങ്ങളുടെ മൈദയുടെ ആണെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അത് എൻ്റെ ബാക്കിൽ തന്നെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അത്രയും സ്റ്റോക്കും അത്രയും വെള്ളമാണ് നമുക്ക് വേണ്ടത് ആ പാസ്തയ്ക്ക്. സോസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. കുറച്ച് ഭയങ്കര അത്ര സോസി ഒന്നും ആവണ്ട, ഡ്രൈ ആണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കുക. ഈ സ്പെഗറ്റി ഇതിനകത്ത് കിടന്ന് കുക്കാവുമ്പോഴത്തേക്ക് അതിന്റെ കുറച്ച് സ്റ്റാർച്ച് ഇറങ്ങിയിട്ടാണ് ഒരു ക്രീമി ടെക്സ്ചർ തരുന്നത്. അല്ല നമ്മൾ എക്സ്ട്രാ ക്രീം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ സോയ സോസും ആഡ് ചെയ്യും കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ സവോള കാരമലൈസ് ചെയ്യുക, കുറച്ച് ഗാർലിക് ഇടുക, പാസ്ത ഇടുക, ബീഫ് ഇടുക, സംഭവം റെഡി. വീഡിയോ ഇത്രയും നേരം കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.